ഹായ് നമസ്കാരം. പുതിയ ഒരു വീഡിയോ ഡിസ്കഷനിലേക്ക് തീർച്ചയായിട്ടും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു പോളറൈസർ അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. പോളറൈസർ ആയാലും ഗ്ലാസ് പ്ലേറ്റ് ആയാലും ഇത് തമ്മിൽ ടെസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത റിസൾട്ട്, അത് നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏതൊരു ട്രാക്കർമാരുടെയും ആഗ്രഹം തീർച്ചയായിട്ടും റഷ്യൻ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർഷങ്ങളായി ആദ്യകാലത്ത് നമ്മൾ 80 ഡിഗ്രിയിൽ എക്സ്പ്രസ് അതുപോലെ ഒരുപാട് റഷ്യൻ സാറ്റലൈറ്റ്സുകൾ ആകാശത്തുണ്ടായിരുന്നു. പക്ഷേ 2012 ML202 നിന്നുള്ള സംപ്രേഷണം അവസാനിപ്പിച്ചു. അങ്ങനെ റഷ്യൻ സാറ്റലൈറ്റ് നമുക്ക് കിട്ടാതായി. അങ്ങനെ നമ്മൾ റഷ്യൻ സാറ്റലൈറ്റുകളെ മറന്നു തുടങ്ങി. ഇത് അതിനകത്ത് വെച്ച പോളറൈസറിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. റഷ്യക്കാർ വ്യാപകമായി ഉപയോഗിക്കുന്ന പേറ്റൻ്റ് എടുത്ത ഒരു പോളറൈസർ പ്ലേറ്റ്, അതായത് സർക്കുലർ സാറ്റലൈറ്റ് സിഗ്നലുകളെ നമ്മൾ കട്ട് ചെയ്ത് ലീനിയർ പൊളാരിറ്റിയിലുള്ള സിഗ്നലാക്കാനാണ് ഈ സിമ്പിളായ പോളറൈസർ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പോളറൈസർ ഉണ്ടാക്കിയത് നമ്മുടെ മിൽമയുടെയൊക്കെ ഐസ്ക്രീം വരുന്നില്ലേ, ഐസ്ക്രീമിൻ്റെ വളരെ നേരിയ കവറ്, അത് LNBയുടെ ഹോളിന് കണക്കായിട്ട് ഒരേ സമചതുരത്തിൽ തുല്യമായ സമചതുരം എന്ന് പറഞ്ഞുകൊണ്ട് അതെ ഏകദേശം നീളവും വീതിയും ഒരുപോലെ വരുന്ന രീതിയിൽ LNBക്കകത്ത് പോകുന്ന രീതിയിൽ കട്ട് ചെയ്ത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങുന്ന അലുമിനിയം ഫോയിലില്ലേ, ജിൻഡാലിൻ്റെയൊക്കെ അലുമിനിയം ഫോയിൽ, കട്ടിയുള്ള അലുമിനിയം ഫോയിൽ ഒട്ടിച്ചിട്ടാണ് ഈ പോളറൈസർ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ പാറ്റേൺ ഒരു പ്രാധാന്യമുണ്ട്. പക്ഷേ ഇത് ഫ്രീ ഹാൻഡായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൽ നിന്നുണ്ട് കത്രികകൾ മുറിച്ചെടുത്ത് ഫ്രീ ഹാൻഡായി വെച്ച് ഒട്ടിച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് ആ ഒരു പാറ്റേണിൽ ഒട്ടിച്ച് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ സിഗ്നൽ ലെവൽ നോക്കി, ടെഫ്ലോൺ വെച്ച് നോക്കി, ഗ്ലാസ് പ്ലേറ്റ് വെച്ച് നോക്കി. ഇങ്ങനെ 3 വ്യത്യസ്തങ്ങളായ പോളറൈസർ തന്നെ ഞാനൊരു 4-5 ടൈപ്പ് വ്യത്യസ്ത പാറ്റേണിൽ റഫായി ഒട്ടിച്ച് നോക്കി. പക്ഷേ ആ ചിത്രത്തിൽ കാണിച്ച രീതിയിൽ അല്ലെങ്കിൽ ആ LNBക്കകത്ത് ഇൻസേർട്ട് ചെയ്ത രീതിയിൽ ഒട്ടിക്കുമ്പോഴാണ് അതിന് നല്ല സിഗ്നൽ കിട്ടുന്നത്. എന്ന് മാത്രമല്ല, ഈ പോളറൈസർ ഉണ്ടാക്കുന്നത് ഒരു പാറ്റേൺ ഉണ്ട്. ഇതൊരു അളവൊന്നും എടുക്കാതെ ഞാനൊരു ആ ചിത്രത്തിൽ കാണിച്ച പോലെ കൃത്യമായ അളവൊന്നുമില്ല, ആ പാറ്റേണിൽ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. പോളറൈസർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല സിഗ്നലാണ് നമുക്ക് കിട്ടുക. ഗ്ലാസ് പ്ലേറ്റിനേക്കാൾ ഉയർന്ന അളവിൽ ഉള്ള സിഗ്നലും. അതേസമയം ഗ്ലാസ് പ്ലേറ്റ് വെക്കുമ്പോൾ ഫ്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടിപ്പികൾ പോളറൈസർ വെക്കുമ്പോൾ അതേ സിഗ്നൽ ലെവൽ കാണിക്കുകയും സിഗ്നലിന് യാതൊരുവിധ ഫ്ലക്ച്വേഷൻ വരാതെ ഒരേ സ്റ്റേബിൾ, അതായത് 63% നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീസാവും, ഇടയ്ക്ക് 60ലേക്ക് ചാടുകയും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചാടിയില്ലെങ്കിൽ ഒരു ഫ്രീസായി കളിക്കും. സിഗ്നലിന് ഏറ്റക്കുറിച്ചിൽ അവിടെ വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം ഈ പോളറൈസർ പ്ലേറ്റ് വെച്ചാൽ ഈ 63% കിടക്കുന്ന 2 TPകളിൽ വെച്ചപ്പോൾ ഒരു TP 66%ലേക്ക് ചാടി, മറ്റേ TP 63 തന്നെ സ്റ്റേബിളാണ്. എന്നാൽ ഒരു സമയത്തും ഫ്രീസാവുന്നില്ല. 2 ദിവസങ്ങളിൽ കനത്ത ചൂടാണ് ഇവിടെ ഉണ്ടായത്. ഈ ഒരു കാലാവസ്ഥയിൽ സാറ്റലൈറ്റ് സിഗ്നലിൽ അല്പം ദുർബലമാവുന്ന അവസ്ഥയുണ്ട്. ആ സമയത്ത് ടെസ്റ്റ് ചെയ്തപ്പോഴും ഇതിൽ പോളറൈസർ വെച്ചതിൽ ഒരനക്കവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് മാത്രമല്ല, ഈ പോളറൈസർ ഉണ്ടാക്കാൻ ഒരു മാനദണ്ഡമുണ്ട്. നമ്മൾ കൃത്യമായ അളവെടുത്തില്ലെങ്കിലും ഒരു കൃത്യമായ ഒരു പാറ്റേണിൽ ഒട്ടിക്കുമ്പോൾ മാത്രമാണ് അതിലൊരു സിഗ്നൽ കിട്ടുന്നത്. എന്ന് മാത്രമല്ല, ഇത് സെൻറ്ററിൽ വെക്കുമ്പോൾ ഒരു സിഗ്നലും വശങ്ങളിലോട്ട് വെക്കുമ്പോൾ ഒരു സിഗ്നലുമാണ് കിട്ടുക. അതായത് ഈ പോളറൈസർ ചില പ്രത്യേക ഫ്രീക്വൻസിയെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് സെൻട്രലാണ് നമ്മൾ വെക്കുന്നെങ്കിൽ ഒരുവിധം എല്ലാ ചാനലും നമുക്ക് ഒരു മിനിമത്തിൽ കിട്ടും. അതേസമയം നമ്മൾ വശങ്ങളിലേക്കോ അല്ലെങ്കിൽ അല്പം ചെരിച്ചു പോകുമ്പോൾ അങ്ങനെ പോയിട്ട് ഓരോ ട്രാൻസ്പോണ്ടറുകളും നമ്മൾ ചെക്ക് ചെയ്തെടുക്കുമ്പോൾ ചില ട്രാൻസ്പോണ്ടറുകൾ വല്ലാതെ കൂടുകയും അതുപോലെ ചില ട്രാൻസ്പോണ്ടറുകൾ കുറയുകയും ചെയ്യും. നല്ല പവർഫുള്ളായ ട്രാൻസ്പോണ്ടർ കുറയുകയും വീക്കായത് ചില സമയത്ത് കൂടുകയും ചെയ്യുന്ന അവസ്ഥ വരും. ഈ പോളറൈസർ ചില ഫ്രീക്വൻസികളിലാണ് വല്ലാതെ സ്വാധീനം ചെലുത്തുന്നത്, അല്ലാതെ എല്ലാ ഫ്രീക്വൻസിയിലും ഗ്രാജുവലായി ഇൻക്രീസിങ് ഉണ്ടാക്കുന്നില്ല. ചില ഫ്രീക്വൻസികൾ കൂടുമ്പോൾ ചിലത് കുറയും സിഗ്നൽ. നോക്കുക, ഇതൊരു കൂളിംഗ് ഗ്ലാസ്സാണ്. ചതുരാകൃതിയിൽ നമ്മളെ ഗ്ലാസ് കടയിൽ നിന്ന് അളവ് കൊടുത്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഗ്ലാസ് പ്ലേറ്റ് വെക്കുമ്പോഴും തീർച്ചയായിട്ടും പോളറൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. കാരണം സർക്കുലറായ റൗണ്ടിൽ വരുന്ന സിഗ്നലിനെ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു വേറൊരു പോളറൈസറാണ്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രം കട്ട് ചെയ്ത് അതിൽ നമ്മൾ ബിയറിൻ്റെ അല്ലെങ്കിൽ കൊക്കക്കോളയുടെ ടിന്നിൻ്റെ
അത് മുറിച്ചിട്ട് അതിൽ സെലോ ടേപ്പ് ഒട്ടിച്ച് വെച്ചതാണ്. ഇതിലും വേറൊരു ടൈപ്പ് സിഗ്നലാണ്. ഇതിലും മാച്ച് ടി വി ഏറ്റവും ഹയസ്റ്റ് സിഗ്നലിലാണ് ആ 3704 എന്നുള്ള ടി പി 77% അല്ലെങ്കിൽ 80% വരെ ചാടുന്നുണ്ട്. ഒട്ടുമിക്ക LHCP പൊളാരിറ്റിയും ഈ ടി പി വെക്കുമ്പോൾ നല്ല ഗെയിനിലാവും. RHCP പൊളാരിറ്റികൾ വല്ലാതെ വീക്കാകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില ടി പി ഇത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമാണ് ഇതിൻ്റെ സ്വാധീനം. ഓരോ പോളറൈസറും വ്യത്യസ്തമായ അളവ്. ഇത് നോക്കുക, ഇതൊരു പാറ്റേൺ വേറൊരു പാറ്റേണിൽ ഒട്ടിച്ചാണ്. എല്ലാം ഒരുപോലെ 4 12 വീതം ഒരു കൃത്യമായ ഒരു പാറ്റേണിൽ ഒട്ടിച്ചു. ഈ ഒരു പാറ്റേണിൽ ഒട്ടിക്കുമ്പോഴും സിഗ്നലിന് തീർച്ചയായിട്ടും അവിടെ വ്യത്യാസമുണ്ട്. അത് LNBയുടെ നമ്മുടെ വേവ് ഗൈഡ് അല്ലെങ്കിൽ LNBയുടെ ഫീഡ് ഓണിനകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ആ ഇൻസേർട്ട് ചെയ്യുന്ന അളവിൽ പോലും വ്യത്യാസമുണ്ട്. കാരണം വളരെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പോൾ വേറൊരു സിഗ്നലും ഒരു സെൻറ്ററിലേക്ക് വെക്കുമ്പോൾ വേറൊരു സിഗ്നലും ഒരല്പം താഴ്ത്തി വരുത്തുമ്പോൾ വേറൊരു സിഗ്നലാണ് ഒരു ടി പിക്ക് ഉണ്ടാവുക. നമ്മൾ ഓരോ ടി പിയും ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഫ്ലക്ച്വേഷൻ അനുഭവപ്പെടുന്നത് ചില ടി പികൾ വല്ലാതെ കൂടുകയും കുറയുകയും ചെയ്യുന്ന ആ ഒരു പ്രത്യേകത അവിടെ സംജാതമാവുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഗ്ലാസ് പ്ലേറ്റുകൾ ടെഫ്ലോണേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ ടെഫ്ലോണേക്കാൾ അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റ് നൽകുമ്പോൾ ഗ്ലാസ് പ്ലേറ്റിനേക്കാൾ നല്ല ഒരു ഗെയിൻ തീർച്ചയായിട്ടും പോളറൈസറിൽ അല്ലെങ്കിൽ അതിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്നു എന്നുള്ളതാണ് വസ്തുത. നോക്കുക, സർക്കുലർ സിഗ്നൽ എങ്ങനെയാണ് LNBയിലേക്ക് വരുന്നത് എന്ന്. അതേസമയം ആ പച്ചയാണ് ലീനിയർ സിഗ്നൽ, പച്ചയും നീലയും. ചുവപ്പ് സർക്കുലർ. ഈ സർക്കുലറിനകത്ത് വരുന്ന വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്നുള്ള ആ സിഗ്നലിനെ അഥവാ LHCP RHCP എന്നുള്ളതിനെ നമ്മൾ പോളറൈസർ പ്ലേറ്റ് വെക്കുമ്പോൾ അത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മുറിച്ച് അതിനെ ലീനിയർ സിഗ്നൽ, സാധാരണ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എന്നുള്ള രീതിയിൽ ലീനിയർ സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ സിഗ്നലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത സിഗ്നലുകളാണ് സാധാരണ LNBയിലേക്ക് വെർട്ടിക്കൽ എന്നും ഹൊറിസോണ്ടലായിട്ടും നമ്മളെ റിസീവറിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ ഇങ്ങനെ സാറ്റലൈറ്റിൽ നിന്നും വരുന്ന ശക്തിയേറിയ സിഗ്നലുകളെ പോളറൈസറോ ഗ്ലാസോ ടെഫ്ലോണോ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്ന ലീനിയർ പൊളാരിറ്റിയിൽ അതിനെ RHCP LHCP എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സർക്കുലർ പൊളാരിറ്റി, റൈറ്റ് ഹാൻഡ് സർക്കുലർ പൊളാരിറ്റി. അതായത് ഇടത്തോട്ട് സർക്കുലറായിട്ട് മൂവ് ചെയ്ത് വരുന്നതും അതുപോലെ വലത്തോട്ടും തിരിയുന്നതിനെ RHCP എന്ന് പറയും. ഇതിനെ കട്ട് ചെയ്ത് കറക്റ്റ് പൊളാരിറ്റിയിൽ വെച്ചാൽ സ്വാഭാവികമായിട്ടും LHCP ഹൊറിസോണ്ടലും RHCP വെർട്ടിക്കലും ആയിട്ടാണ് കാണപ്പെടുക. പോളറൈസർ പ്ലേറ്റിൻ്റെ ചിത്രം ശ്രദ്ധിക്കുക. ഇതുപോലുള്ളൊരു പാറ്റേണിലാണ് ചെയ്യേണ്ടത്. കൃത്യമായ അളവ് എന്ന് ചോദിച്ചാൽ അളവില്ല. ഞാൻ അളവെടുക്കാതെ ഫ്രീ ഹാൻഡ്, അതായത് കൈവരപ്പായിട്ട് ഫ്രീ ഹാൻഡായിട്ട് വെറും കയ്യിൽ നമ്മൾ കട്ട് ചെയ്ത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് തയ്യാറെടുക്കുന്നതാണ് ഈ പോളറൈസർ പ്ലേറ്റ്. ഈ പോളറൈസർ പ്ലേറ്റിൽ ഒരു 3 4 സെൻറ്ററിൽ വെച്ചാൽ കുഴപ്പമില്ല. ആ സെൻറ്ററിലുള്ളത് ഒരല്പം വലിപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല ഗ്യാപ്പിൽ. അപ്പോൾ ആ ഒട്ടിക്കുന്ന പാറ്റേൺ നിർബന്ധമാണ്. ആ പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കം നമ്മൾ നിർബന്ധമായും പാലിച്ചാലും മാത്രമേ നമുക്ക് ഈ സിഗ്നലുകൾ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. നോക്കുക, ആ പോളറൈസർ ഒട്ടിച്ച് നോക്കുക. എനിക്ക് ഈ പോളറൈസർ വെക്കുമ്പോഴാണ് നല്ല സിഗ്നൽ കിട്ടിയത്. 6 അടി സോളിഡിൻ്റെ ഡിഷ് ആൻറ്റിനയിൽ 90ഓളം ചാനലുകൾ കറക്റ്റ് EMൽ നിന്ന് ട്യൂണായിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ടി പിയും അവിടെ സ്റ്റേബിളായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മറ്റ് പ്രത്യേകതകളൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു. നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വന്നാൽ സിഗ്നലിലും തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും എന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹൈറ്റിൽ വ്യത്യാസം വരുത്തുമ്പോഴും അവിടെ സിഗ്നൽ ഫ്ലക്ച്വേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു സിഗ്നൽ ലെവൽ നമുക്കൊന്ന് നോക്കാം. റിസീവറിൽ നിന്ന് വരുന്ന സിഗ്നൽ ലെവൽ ഇത് വെർട്ടിക്കൽ ടി പി ആണ്. ഈ ടി പിയിൽ നമ്മുടെ മുസ് ടി വിയുടെ വേറൊരു ചാനൽ, അതായത് 2 മണിക്കൂർ പ്രോഗ്രാം വ്യത്യാസം വരുന്ന മുസ് ടി വി നല്ല സിഗ്നലോടെ 66 69 വരെ കിട്ടുന്നുണ്ട്. വെർട്ടിക്കൽ ടി പി ആണ്, RHCP ആണ്. അപ്പോൾ അതിൽ നല്ലൊരു ഒരു കൂട്ടം ചാനലുകൾ റഷ്യയിലെ പ്രിയപ്പെട്ട CTC, അതുപോലെ മുസ് ടി വി, അതുപോലെ മറ്റു RTR പ്ലാനറ്റ, അതൊക്കെയുണ്ട്.
അപ്പോൾ നോക്കുക, ഓരോന്നിൻ്റെയും സിഗ്നൽ ലെവൽ നോക്കുക. ടി വി കോസ്ട്രോമ TVR മ്യൂജി 43%, നല്ല സിഗ്നലായി. പഴയ ചാനലാണ്. അവിടെ തന്നെ പുതിയ ML 601 വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ചാനലാണ്. ബാക്കി TPകൾ ഈ TPകൾ തീർച്ചയായിട്ടും മറ്റ് പോളറൈസർ വെക്കുമ്പോൾ കൂടുന്നത് ഈ പോളറൈസറിൽ ഒരു മിനിമത്തിലേക്ക് കുറഞ്ഞു വരും. അതാണ് ഞാൻ പറഞ്ഞത്, പല ടൈപ്പ് പോളറൈസറുകൾ അതിൻ്റെ അളവിൽ നമ്മൾ ഉണ്ടാക്കുന്ന വ്യത്യാസം അനുസരിച്ച് പല ഫ്രീക്വൻസിയുടെയും സിഗ്നൽസ് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു. ഈ ആദ്യത്തെ ഞാൻ വെച്ച സമയത്ത് ഇത് 66% പകരം 77% ഉണ്ടായത്. അത്രയും കുറഞ്ഞു. പക്ഷേ അതിന് പകരം വെർട്ടിക്കലുള്ള TP കയറി പോളറൈസർ വെക്കുമ്പോൾ. ഗ്ലാസ് പ്ലേറ്റിലാണെങ്കിൽ ഇതിനേക്കാൾ ഉയർന്ന സിഗ്നൽ ഒരു പൊളാരിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു പൊളാരിറ്റിയിൽ വെക്കുമ്പോൾ തീർച്ചയായിട്ടും സിഗ്നലിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ MLൻ്റെ പ്രത്യേകത, നല്ല പിക്ചർ ക്ലാരിറ്റിയുള്ള റഷ്യൻ ചാനലുകൾ ആസ്വദിക്കാൻ നല്ല രസം തന്നെയാണ്. ഈ ഒരു TP നോക്കുക, പണ്ടേ ഉള്ള TPയാണ്, RTR പ്ലാനറ്റ് എന്നാണ്. ഒന്ന് നോക്കുക. ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും റഷ്യൻ സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോളറൈസർ പ്ലേറ്റ് ഉപയോഗിക്കുക തന്നെ വേണം. എങ്ങനെ നോക്കിയാലും പോളറൈസർ പ്ലേറ്റിലാണ് ബെറ്റർ സിഗ്നൽ കിട്ടുക. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് പോളറൈസർ പ്ലേറ്റ് ആക്കി നോക്കിയതാണ്. ഏതായാലും താങ്ക് യു, നമസ്കാരം, നന്ദി.